പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. 2016 ചോദ്യം. ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ്. സെക്കൻഡ് ഓപ്ഷൻ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. തേർഡ് ഓപ്ഷൻ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. ഫോർത്ത് ഓപ്ഷൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ലെസ് ദാൻ മീൻ. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണ് കറക്റ്റ് ആൻസർ. 2018 ഫോർ എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ദെൻ പിന്നെ ഒരു വർഷം ചോദിച്ചിരിക്കുന്നത് for a negatively skewed distribution which one is true? Negatively skewed ആണെങ്കിൽ mean less than median less than mode ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. അതായത് ഈ 3 കണ്ടീഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ചുരുക്കാം. ഡിസംബർ 2020 ചോദ്യം. മീൻ മീഡിയൻ ആൻഡ് മോഡ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ആർ 25, 30 and 42 respectively. The distribution is dash skewed. അപ്പൊ നോക്കൂ, മീനും മീഡിയനും മോഡും ഇവ 3 ആണ് തന്നിരിക്കുന്നത്. സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിലേഷൻ എങ്ങനെയാ പറഞ്ഞത്? മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അന്നേരം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. മീനും മോഡും സെയിം ആണെങ്കിൽ സിമെട്രിക് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ മീനിന്റെ വാല്യൂ 25 ആണ്, മോഡ് 42 ആണ്. 25 മൈനസ് 42 വിച്ച് ഈസ് ഈക്വൽ ടു വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് വലുതിന്റെ സൈൻ ഇടുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അതുകൊണ്ട് ആൻസർ നെഗറ്റീവ്ലി സ്ക്യൂഡ്. Mean, median and mode of 3 distributions are given below. Identify the type of skewness in each of the distribution. ഈ 3 കേസിലും ഉള്ള സ്ക്യൂനെസിന്റെ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. മീനും മീഡിയനും മോഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള മാർഗം മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് വണ്ണില് മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.9 മൈനസ് മോഡ് 3.5 ആണ്. ഏതാണ് വലുത്? മോഡാണ് വലുത്. വലുതിൽ നിന്ന് ചെറുത് കിഴിച്ച് വലുതിന്റെ സൈൻ ഇടുക. അന്നേരം നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഫസ്റ്റ് വൺ നെഗറ്റീവ്ലി സ്ക്യൂഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മീൻ 3.5 മീഡിയൻ 3.5 മോഡ് 3.5 മൂന്നും ഈക്വൽ ആണ്. മൂന്നും ഈക്വൽ ആണെങ്കിൽ സിമെട്രിക് ആണ്. ദെൻ തേർഡ് വൺ മീൻ 3.9 മീഡിയൻ 3.8 മോഡ് 3.5. എഗെയിൻ ഇവിടെ മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ 3.9 മൈനസ് മോഡ് 3.5 മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇപ്പൊ തേർഡ് വൺ എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ Q1 Q3 തന്നിട്ടുണ്ട്, Q2 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കൂ, ക്വാർട്ടൈൽസ് പറഞ്ഞ കൂട്ടത്തില് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്വാർട്ടൈൽസിലെ Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മീഡിയൻ ആണെന്ന് പറഞ്ഞിരുന്നു. Q2വും മീഡിയനും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിരുന്നു. സിമെട്രിക് കർവിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ കൂട്ടത്തില് ഡിസ്കസ് ചെയ്തിരുന്നു. Quartiles are equidistant from median. That is Q3 minus median equal to median minus Q1 എന്നൊരു ഫോർമുല പറഞ്ഞിരുന്നു. Q3 മൈനസ് Q1നെ ഇങ്ങേ ഭാഗത്ത് കൊണ്ടുവന്നു. പ്ലസ് Q1 ഈക്വൽ ടു ഈ മീഡിയൻ അതുപോലെ എടുത്തെഴുതി. നെഗറ്റീവ് മീഡിയൻ ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്ത് വരുമ്പോ പ്ലസ് മീഡിയൻ. Q3
പ്ലസ് Q1 ഈക്വൽ ടു മീഡിയൻ പ്ലസ് മീഡിയൻ എന്താണ്? 2 മീഡിയൻ ആണ്. ദെൻ ഇതിൽ നിന്ന് മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Q3 പ്ലസ് Q1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ആണ് മീഡിയൻ. ഈ ഫോർമുല വെച്ചുകൊണ്ട് Q3യുടെ വാല്യൂ 122 പ്ലസ് Q1ന്റെ വാല്യൂ 78 ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യാം. 200/2 200/2 എന്ന് പറഞ്ഞാൽ 100 ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വൺ. ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഇത് മാർച്ച് 2017 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞ അതേ കണ്ടീഷനാണ് ഇവിടെയും. ക്വാർട്ടൈൽസും മീഡിയനും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. Q3 മൈനസ് മീഡിയൻ ഈക്വൽ ടു ആണ് മീഡിയൻ മൈനസ് Q1 എന്ന് പറഞ്ഞിരുന്നു. ഇനി മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q2 ആണ് കേട്ടോ, അത് ഓർക്കണേ. ഇനി ഇവിടെ നിന്ന് Q3 നെഗറ്റീവ് Q1 ഇങ്ങോട്ട് വരുമ്പോ പോസിറ്റീവ് Q1 ഈക്വൽ ടു മീഡിയൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ മീഡിയൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ദെൻ നെഗറ്റീവ് മീഡിയൻ ഇങ്ങേ ഭാഗത്ത് വരുമ്പോ പോസിറ്റീവ് മീഡിയൻ ആയി മാറി. Q3 പ്ലസ് Q1 ഈക്വൽ ടു 2 മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? Q2 കൂടിയാണ്. അങ്ങനെയെങ്കിൽ Q3 പ്ലസ് Q1 ഈക്വൽ ടു ആണ് 2Q2. നോക്കൂ, Q1 പ്ലസ് Q3 ഈക്വൽ ടു 2Q2. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് വൺ. ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു 20, മോഡ് ഈക്വൽ ടു 23, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 2, കമ്പ്യൂട്ട് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല SK ഈക്വൽ ടു കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു മീന് 20 ആണെന്ന് തന്നിട്ടുണ്ട് മൈനസ് മോഡ് 23 divided by standard deviation 2 which is equal to negative 3/2 which is equal to negative 1.5. So negatively skewed ആണ് 1.5 ആണ് value. For its frequency distribution mean equal to 100, variance 35 and coefficient of skewness equal to 0.2. Find the mode of the distribution. മോഡ് കാൽക്കുലേറ്റ് ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല SK ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി വേരിയൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 35. 35ന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 5.916. ഇനി കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.2 ഈക്വൽ ടു mean 100 minus mode divided by standard deviation 5.916. Then cross multiply ചെയ്തു. 0.2 into 5.916 equal to 100 minus mode. Then 0.2 into 5.916. ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.183 equal to 100 minus mode. എന്നതിന് ശേഷം 100 ഇങ്ങേ ഭാഗത്ത് കൊണ്ടുവന്നു. പോസിറ്റീവ് 100 ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വരുമ്പോൾ നെഗറ്റീവ് 100 ആയി മാറി വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് മോഡ്. ഇനി 1.183യിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ നെഗറ്റീവ് 98.817 ഈക്വൽ ടു ആണ് നെഗറ്റീവ് മോഡ്. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് ഉണ്ട്. സോ മോഡ് ഈക്വൽ ടു 98.8. ഇപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല, ഇതുപോലെ തിരിച്ചും ചോദിക്കാം. ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 villages റിവീൽ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. വില്ലേജ് 1ന്റെ മീൻ മോഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വില്ലേജ് 2 മീൻ
മോഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ ഡാറ്റയില് വിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഈസ് മോർ സ്ക്യൂഡ് എന്നാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ തന്നിട്ട് ഏതിലാണ് ഏറ്റവും കൂടുതൽ സ്ക്യൂഡ് എന്ന് ചോദിക്കാം. ഇപ്പൊ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതി. ഇനി വില്ലേജ് 1ന്റെ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുക. വില്ലേജ് 1ന്റെ മീന് 500 മൈനസ് 475 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്ത് വന്നപ്പോ 2.5 ആണ് ആൻസർ. ലൈക്വൈസ് വില്ലേജ് 2ന്റെ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്തു. അന്നേരം 600 മൈനസ് 590 മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ 5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1. എന്നിട്ട് ഇവ തമ്മിൽ ഏതാണ് വലിയ വാല്യൂ നോക്കുക. ഏതാ വലുത്? വില്ലേജ് 1നാണ് വലിയ വാല്യൂ. സോ വില്ലേജ് 1 ഈസ് മോർ സ്ക്യൂഡ്. രണ്ടും പോസിറ്റീവ്ലി സ്ക്യൂഡ്. വിച്ച് വൺ ഈസ് മോർ സ്ക്യൂഡ്? Village 1 is more skewed. The last one, for a group of 20 items, sigma x equal to 1452 and sigma x square equal to 1,44,280, mode equal to 63.7. Obtain Karl Pearson coefficient of skewness. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നോക്കൂ, മീന് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ. മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1452 ഡിവൈഡഡ് ബൈ 20. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 72.5. ദെൻ മോഡ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്നിന്റെ വാല്യൂ 20 ആണ്. 1/20 into sigma x square 1,44,280 minus x bar the whole square. x bar എന്ന് വെച്ചാൽ 72.5ന്റെ ഹോൾ സ്ക്വയർ ആണ്, which is equal to root of ഈ നമ്പറിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന വാല്യൂ 7,214 മൈനസ് 72.5 the whole square 5,256.25 ആണ്. ഇതിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 1,957.75. സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണു. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 44.24 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക. ഇത്രയും ആയി കഴിഞ്ഞാല് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, which is equal to mean 72.5 minus mode 63.7 divided by standard deviation 44.24. 72.5 നിന്ന് 63.7 മൈനസ് ചെയ്തു. ന്യൂമറേറ്ററിൽ 8.8 ഉണ്ട്. ഡിവൈഡഡ് ബൈ 44.24 which is equal to 0.1989 ആണ് ആൻസർ. പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാ പോയിന്റ്സും നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. If you like the video, please subscribe and press the bell icon.